ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദേവശയനി ഏകാദശി ജൂലൈ 17-ാം തീയതി. 16-ാം തീയതി നമ്മൾ ഒരിക്കലുണ്ണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ഇരിക്കുക എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് നമുക്ക് ചോറുണ്ണാം. ആ ചോറുണ്ണുമ്പോൾ നമുക്ക് വളരെ ലഘുമായി വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ എന്തെങ്കിലും കൂട്ടിക്കഴിക്കാം. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം ഉള്ളിയും വെളുത്തുള്ളിയും രജസ് സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണ് എന്നാണ് പറയുന്നത്. രാവിലെ നമുക്ക് ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ആഹാരം കഴിക്കാം. പക്ഷേ ഏകാദശിയുടെ തലേ ദിവസവും സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ചു നിർത്തുന്നതാണ് നല്ലത്. അവിടെ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് പറയുന്നത് ഏകാദശിയുടെ അന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ യാതൊരു വിധത്തിലുള്ള ധാന്യഭക്ഷണങ്ങളും കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ വ്രതം എടുക്കുന്നതൊക്കെ ഭഗവാന് ശരിയാണ്. നമുക്ക് വ്രതം എടുക്കുമ്പോൾ ഭഗവാനോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. കാരണം നമുക്കിഷ്ടമുള്ള വിഭവങ്ങൾ ആ ദിവസങ്ങൾ നമ്മൾ ഭഗവാന് വേണ്ടി ഒഴിവാക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ അതിലൊക്കെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മാസത്തിൽ ഇതുപോലെ 2-3 വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഫലം ലഭിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമാണ് എന്ന് വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ ഒരു നേരം അരിഭക്ഷണം കഴിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും നമുക്ക് മറ്റ് ആഹാരങ്ങൾ കഴിക്കാം. അതിൽ തന്നെ വൈകുന്നേരം നമുക്ക് പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. ഇനി അന്നും ഒരു നേരം അരിഭക്ഷണം നിർബന്ധമായും കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ പിന്നെ മലയാളികളാണ്, നമുക്ക് ഈ ചോറുണ്ടല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമാണ്. പിറ്റേ ദിവസവും നമ്മൾ ഉപവസിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ ഏകാദശിയുടെ ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ശരീരത്തിന് ക്ഷീണം വരണ്ട എന്ന് കരുതിയിട്ടാണ് തലേ ദിവസം ഒരു നേരം അരിഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയുന്നത്. പിറ്റേ ദിവസം നമ്മുടെ കൗസ്തുഭം വെജ് ഫുഡ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഏകാദശി പുഴുക്കുണ്ടാക്കുന്ന വിധം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചൊവ്വരി കൊണ്ട് ഭഗവാനെ നേദിക്കുന്ന 2 വിഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാം, 2ഉം കഴിക്കാം. 3 നേരവും നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഏകാദശി എടുക്കാം. പക്ഷേ നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ നമ്മൾ ധാന്യവർഗ്ഗങ്ങൾ, അതായത് അരി, ഗോതമ്പ്, റാഗി, തിന, ബാർലി മുതലായ റവ, ഇതെല്ലാം ധാന്യങ്ങളാണ്. റവ കൊണ്ട് ഉപ്പുമാവ് കഴിക്കാമോ എന്ന് ചോദിക്കും, സൂചി ഗോതമ്പ് കഴിക്കാമോ എന്ന് ചോദിക്കും. പണ്ടത്തെ ആളുകൾ സൂചി ഗോതമ്പൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ധാന്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ല. ചെറുപയർ, കടല, വൻപയർ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ അതാണ് നല്ലത്. കാരണം പച്ചക്കറികൾ നമുക്ക് ധാരാളമായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ തേങ്ങ ഉപയോഗിക്കാം. തേങ്ങ അരച്ച് നമുക്ക് പുഴുക്കുണ്ടാക്കുമ്പോൾ ആ തേങ്ങ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം, പാൽ ഉപയോഗിക്കാം. ഇനി ചായ എന്ന് പറയുന്ന സാധനം ചില ആളുകൾക്ക് തലവേദന എടുക്കും ചായ കുടിച്ചില്ലെങ്കിൽ. വ്രതം എടുക്കുമ്പോൾ നമ്മളെപ്പോഴും സന്തോഷത്തോടു കൂടി വേണം വ്രതം എടുക്കാൻ. വ്രതം എടുത്ത് നമ്മൾ ഒരു രോഗത്തിലേക്ക് പോകരുത്. അതല്ലെങ്കിൽ വ്രതം തുടരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകരുത്. നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ധാന്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ചില ആളുകൾക്ക് വർഷങ്ങളായിട്ട് അവർ ചായ കുടിച്ച് ശീലിച്ച് വന്നിരിക്കുകയാണ്. രാവിലെ ചായ കുടിക്കാതിരുന്നത് കൊണ്ട് അവർക്ക് തലവേദന എടുത്തിട്ട് അവരുടെ വ്രതം മുറിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യം ഒരുപാട് ആളുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചായ എന്ന് പറയുന്നത് ദോഷമൊന്നുമുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പക്ഷേ ചായയുടെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാം. അത് പാല് നമുക്ക് ഉപയോഗിക്കാവുന്നതുകൊണ്ട് പാൽ ചായ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമുക്ക് അസുഖം വരരുത്. വ്രതം എടുത്ത് നമ്മൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലാവരുത്, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് വ്രതം അവസാനിപ്പിക്കേണ്ടുന്ന അവസ്ഥ വരരുത്. കാരണം ഇതൊക്കെ എടുക്കുമ്പം നമ്മൾ സന്തോഷത്തോടു കൂടി വേണം വ്രതം എടുക്കാൻ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം, ആനന്ദകരമാക്കണം. അതല്ലാതെ ഏകാദശി വരുന്നു, ആഹാരം പോലും കഴിക്കാൻ വയ്യാതെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോവല്ലോ, തലവേദന എടുക്കണം, അതുകൊണ്ട് വേണ്ട, ആഹാരം കഴിക്കാതിരുന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കാതാകും. ഭഗവാന് അതൊന്നുമല്ല ആവശ്യം, പ്രാർത്ഥനയാണ് ആവശ്യം. പിന്നെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും മനഃശക്തിക്കും വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യക്രമവും നമ്മുടെ ജോലി സൗകര്യങ്ങളും അനുസരിച്ച് വ്രതത്തെ രൂപീകരിക്കുക. പിന്നെ ഒഴിവാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കുക. നമുക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ ഗർഭിണികളാണ്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നു, അവർക്ക് ഉപവസിക്കാൻ പറ്റില്ല. അപ്പോൾ ഉപവാസമാണ് പറഞ്ഞതുകൊണ്ട് അതവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് അനുവദിച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട്
അവർക്ക് സന്തോഷത്തോടു കൂടി ഭഗവാനെ വ്രതമെടുക്കാം. അപ്പോൾ നമുക്ക് ഒരിക്കലും വ്രതം എടുക്കുന്നത് മുടങ്ങില്ല. അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ആ പുഴുക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തേങ്ങാ ചമ്മന്തി, ഇഞ്ചി ചേർത്ത് തേങ്ങ കൊണ്ട് ചമ്മന്തി അരച്ച് കഴിക്കാം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഉള്ളി ചേർക്കരുത്. അതല്ലെങ്കിൽ തക്കാളിയും മുളകും കൂടെ ചേർത്ത് അരച്ചിട്ട് നമുക്ക് കഴിക്കാം. അവിടെയും ഉള്ളി ചേർക്കരുത്. ഉള്ളിയൊക്കെ രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സമയങ്ങൾ അതൊക്കെ ഒഴിവാക്കണം. ഇനി 18-ാം തീയതി നമ്മൾ പാരണ വീടണം. ഇനി അതുപോലെ തന്നെ ഏകാദശിക്ക് നമുക്ക് 3 നേരവും നമുക്ക് രാവിലെ ചൗവരി കാച്ചി നമുക്ക് ഭഗവാനെ നിവേദിച്ചിട്ട് അത് നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് ഏകാദശി പുഴുക്ക് കഴിക്കാം. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്തണം. സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് പഴവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ ഈ ചൗവരി പാലും കൂടെ കാച്ചിയതോ ഒക്കെ നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ ഉപവസിക്കാം, ജലം മാത്രം കുടിച്ചിരിക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. ആ രീതിയിൽ പോവുക. പിറ്റേ ദിവസം അതായത് ജൂലൈ 18-ാം തീയതി കൃത്യമായി വ്രതം അവസാനിപ്പിക്കണം. വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. അത് ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ വലിയ ദോഷമാണ്. അതുകൊണ്ട് അത് ഓരോ സ്ഥലങ്ങളിലും സമയവ്യത്യാസമുണ്ട്. ആ സമയവ്യത്യാസങ്ങളാണ് പറയുന്നത്. പിന്നെ വ്രതം അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മുമ്പുള്ള വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും കാണാത്തവരുണ്ടെങ്കിൽ. ജൂലൈ 18-ാം തീയതി രാവിലെ കേരളത്തിൽ വ്രതം അവസാനിപ്പിക്കുന്നത് രാവിലെ 6:12 മുതൽ 10:23 വരെയുള്ള സമയത്തിന് ഇടയ്ക്കാണ്. 6:12 മുതൽ 10:23 കേരളത്തിലെ സമയമാണ് പറഞ്ഞത്. തമിഴ്നാട്ടിൽ രാവിലെ 5:51 മുതൽ 10:07 വരെ. ജൂലൈ 18-ാം തീയതി തമിഴ്നാട് 5:51 മുതൽ 10:07 വരെ. കർണാടക 6:02 മുതൽ 10:18 വരെ. കർണാടക 6:02 മുതൽ 10:18 വരെ. തെലങ്കാന രാവിലെ 5:51 മുതൽ 10:02 വരെ. തെലങ്കാന 5:51 മുതൽ 10:02 വരെ. മധ്യപ്രദേശ് 5:45 മുതൽ 10:13 വരെ. മഹാരാഷ്ട്ര മുംബൈയിൽ 6:10 മുതൽ 10:33 വരെ. മഹാരാഷ്ട്ര 6:10 മുതൽ 10:33 വരെ. ഗുജറാത്ത് 6:14 മുതൽ 10:42 വരെ. ഡൽഹി 5:35 മുതൽ 10:10 വരെ. എല്ലാം 18-ാം തീയതി രാവിലത്തെ കാര്യമാണ് പറയുന്നത്. ഫരീദാബാദ് ഹരിയാന 5:35 മുതൽ 10:10 വരെ. ഗോവ 6:13 മുതൽ 8:48 വരെ. ഇത്രയുമാണ് നമ്മൾ സാധാരണയായി ഭാരതത്തിൽ പറയുന്നത്. കാരണം ഇവിടേക്കുള്ള ആളുകളാണ് അത് കാണുന്നത്. ഇനി ഇതിലേതെങ്കിലും അധികം സ്ഥലം വേണമെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിച്ചോളൂ, പറയാം. അടുത്ത വീഡിയോയിൽ മുതൽ അത് ഉൾപ്പെടുത്താം. ഇനി ദോഹയിൽ 4:54 മുതൽ 9:25 വരെ. ജൂലൈ 18-ാം തീയതി രാവിലെ ദോഹയിൽ ദോഹ ഖത്തർ 4:54 മുതൽ 9:25 വരെ. കുവൈറ്റ് 5 മണി മുതൽ 9:36 വരെ. കുവൈറ്റ് 5 മണി മുതൽ 9:36 വരെ. ദുബായ് 5:40 മുതൽ 10:10 വരെ. അബുദാബി 5:45 മുതൽ 10:14 വരെ. സൗദി അറേബ്യ 5:15 മുതൽ 9:44 വരെ. ബഹ്റിൻ 4:56 മുതൽ 9:28 വരെ. ഷാർജ 5:39 മുതൽ 10:09 വരെ. ഒമാൻ 5:30 മുതൽ 9:58 വരെ. ഇനി അമേരിക്ക 5:58 മുതൽ 10:49 വരെ. അമേരിക്കയിൽ 5:58 മുതൽ 10:49 വരെ. അമേരിക്കയിൽ പൊതുവായിട്ടുള്ള സമയമാണ് പറഞ്ഞത്. ഓസ്ട്രേലിയ 7:28 മുതൽ 10:29 വരെ. ഓസ്ട്രേലിയ 7:28 മുതൽ 10:29 വരെ. UK 5:05 മുതൽ 10:26 വരെ. UK 5:05 മുതൽ 10:26 വരെ. സിംഗപ്പൂർ 7:05 മുതൽ 11:09 വരെ. സാംബിയ 6:34 മുതൽ 10:20 വരെ. ന്യൂസിലാൻഡ് 9:28 മുതൽ 10:52 വരെ. മാലിദ്വീപ്സ് 6:02 മുതൽ 10:09 വരെ. അതുപോലെ ബ്രിട്ടീഷ് കൊളംബിയ കാനഡ 5:28 മുതൽ 8:14 വരെ. അർമേനിയ 5:48 മുതൽ 10:41 വരെ. അർമേനിയ 5:48 മുതൽ 10:41 വരെ. അതുപോലെ ചൈനയിൽ 4:49 മുതൽ 9:51 വരെ. ചൈന 4:49 മുതൽ 9:51 വരെ. ഇസ്രായേൽ 5:46 മുതൽ 10:26 വരെ. ഇസ്രായേൽ 5:46 മുതൽ 10:26 വരെ. ഇത്രയുമാണ് നമ്മൾ സ്ഥിരമായി പറയുന്നത്. ഇനി ഏതെങ്കിലും സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ, സ്ഥലത്തെ പാരണാസമയം ആവശ്യമുണ്ടെങ്കിൽ പറയൂ, അത് നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് തന്നെ, ഈ സമയത്തിനുള്ളിൽ നമ്മൾ പാരണ വീടണം. അതാണ് ചെയ്യേണ്ടത്. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ആ സമയത്ത് വീട്ടിലെത്താൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് ജോലി സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചെങ്കിലും നമ്മുടെ വ്രതം അവസാനിപ്പിക്കണം.
ആഹാരത്തിനല്ല പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത്, ജപത്തിനാണ് എന്ന് വിചാരിക്കുക. പരമാവധി സമയം നാമം ചൊല്ലുക. 24 മണിക്കൂറും ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലത്. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഏകാദശി വ്രതം എടുത്തു, നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ താന്നു, നമ്മൾ പട്ടിണി കിടന്ന്, അതല്ലെങ്കിൽ നമ്മൾ തലയിറങ്ങി വീണു. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആളുകളും ബന്ധുക്കളും ഒക്കെ എന്താ പറയുന്നത്? ആവശ്യമില്ലാത്ത വ്രതമൊക്കെ എടുക്കാൻ പോയി, ഇതേ കണ്ടില്ലേ എന്താ ഇപ്പോൾ വയ്യാതായി, ഹോസ്പിറ്റലായി എന്ന്. അപ്പോൾ അവിടെ ആർക്കാണ് പ്രശ്നമുണ്ടാകുന്നത്? നമുക്കല്ല, ഭഗവാനാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്? നമ്മുടെ ഈശ്വരനാണ്, നമ്മുടെ ഭഗവാനാണ്. ആ ഭഗവാന്റെ പേരിൽ ഒരു കുറ്റവും കേൾക്കാനായിട്ട് ഇടവരുത്തരുത്. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യവും നമ്മുടെ സാഹചര്യവും നമുക്ക് മാത്രമാണ് അറിയാവുന്നത്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ വ്രതക്രമം രൂപീകരിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ചാനൽ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഏകാദശി പുതുതായി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പൊക്കെ അവർക്ക് ഭയമായിരുന്നു ഏകാദശി എടുക്കാൻ. കാരണം എങ്ങനെ എടുക്കും, എനിക്ക് തുടർന്ന് എടുക്കാൻ പറ്റുമോ, ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ആ സംശയങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി അവർ നാമം ചൊല്ലാനായിട്ട് തുടങ്ങി. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഭഗവാനെ നാമം ചൊല്ലുക, ഭഗവാനെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക. ഭഗവാൻ അത് മാത്രമാണ് ഇഷ്ടം. ഭഗവാനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഭഗവാന്റെ ഭക്തരോടാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഭഗവാന്റെ ഭക്തരോടാണ്. അവിടെ ഭഗവാന്റെ ഹൃദയത്തിലാണ് ഭക്തൻ്റെ സ്ഥലം. നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനലിലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കഥകൾ അതിനകത്തുണ്ട്. പ്ലേലിസ്റ്റിൽ കഥകളെന്ന് പറഞ്ഞ ഫോൾഡർ തന്നെ ഉണ്ട്. ദശാവതാരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നളദമയന്തിമാരുടെ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സമയം കിട്ടുമ്പോൾ അതൊക്കെ കാണണം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ കണ്ണനെയാണ്. എങ്കിൽ മാത്രമേ കണ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. നമുക്കൊരു ബലമായി എന്നും നമ്മുടെ കൂടെ നമ്മുടെ കണ്ണൻ ഉണ്ടാകണമെങ്കിൽ കണ്ണനെ നമ്മൾ എന്ത് ചെയ്യുക? ചേർത്ത് പിടിക്കുക, ഗുരുവായൂരപ്പനെ ഭജിക്കുക, ഏകാദശി എടുക്കുക, എപ്പോഴും നാമം ജപിക്കുക. രാമായണ മാസത്തിൽ കർക്കിടക മാസം ഏറ്റവും പുണ്യമാസമാണ് ഹിന്ദുമത വിശ്വാസികൾക്ക്. അതുകൊണ്ട് ആ പുണ്യമാസത്തെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ അതിൻ്റെ ചര്യ അനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ശീലിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇങ്ങനെ വൃശ്ചിക മാസത്തിലും കർക്കിടകത്തിലും ഏകാദശി എടുക്കുമ്പോഴും ഷഷ്ടി എടുക്കുമ്പോഴുമൊക്കെ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കി നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് അസുഖമൊന്നുമില്ലാത്ത നല്ലൊരു ശരീരമായിട്ട് മാറുക. അപ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഭഗവാന്റെ ചൈതന്യം, ഭഗവാൻ കുടിയിരിക്കത്തുള്ളൂ. അത് വിചാരിക്കുക. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക. ഹിന്ദുമത ധർമ്മം, സനാതന ധർമ്മം എപ്പോഴും കാത്തു സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ഉത്തമമായ ധർമ്മമാണ്, സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിലെ സംസ്കാരമെന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളോട് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ രാമായണം പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം മഹത്വമുള്ളവനായിരുന്നു ശ്രീരാമ ഭഗവാൻ, എത്രത്തോളം വലിയ ഒരു ഭരണാധികാരിയായിരുന്നു, പ്രജാക്ഷേമ തൽപരനായിരുന്നു ശ്രീരാമ ഭഗവാൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശ്രീരാമചന്ദ്രൻ സ്വന്തം പ്രജകളുടെ ആഗ്രഹത്തിന് വേണ്ടി തൻ്റെ സർവസ്വവുമായിരുന്ന സീതാദേവിയെ ഉപേക്ഷിക്കാൻ വരെ മനസ്സ് കാണിച്ച ആളാണ്. അപ്പോൾ അത്രത്തോളം വലിയ പ്രജാക്ഷേമ തൽപരനായിരുന്നു. സ്വന്തം ദുഃഖങ്ങൾ പോലും ഉള്ളിലടക്കി വേദനയോട് കൂടിയാണ് പൂർണ്ണമായ മനുഷ്യരൂപത്തിലുള്ള ആ ഭഗവാൻ ജീവിച്ചത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ത്യാഗപൂർണമായ സംസ്കാരമാണ് നമുക്ക് എല്ലാവരും ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അത്രത്തോളം മഹത്തായ സംസ്കാരത്തെ ചേർത്ത് പിടിക്കുക. ഹരേ കൃഷ്ണ.